നമ്മുടെ കെ ജി ജോർജ് സാറിൻ്റെ പടം വരുമ്പോഴാണ് സ്വപ്നാടനം എന്നും പറഞ്ഞ് എനിക്കന്ന് ഈ പറഞ്ഞ പോലെ എനിക്കെന്നും അറിഞ്ഞൂടാ, എനിക്ക് അവാർഡിനെ പറ്റി പോലും അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ചന്ദ്രാജി എന്ന് പറഞ്ഞ അടൂർഭാഗ് സാറിൻ്റെ ബ്രദറാണ്. പുള്ളിയാവെന്ന് പറയുന്നത് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് അവാർഡുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഏതാണ്ട് മദ്രാസിൽ ഏതാണ്ട് അവാർഡുള്ളത്, ഞാൻ അവിടെ താമസം. അപ്പോൾ അല്ല കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡാണ്, നിങ്ങൾക്കും KPSC ലളിതയ്ക്ക് മികച്ച 2ാമത്തെ നടി എന്നുള്ളത് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ അയ്യോ വലിയ സന്തോഷം, അങ്ങനെയൊക്കെ എന്നെ കണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ആദ്യത്തെ ഗവൺമെൻറ് അവാർഡ് കിട്ടുന്നത് എനിക്ക് സ്വപ്നാടനത്തിൽ. അത് തീർച്ചയായിട്ടും ജോർജ് സാറിനുള്ള ആ നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടാകും. സാറിൻ്റെ എല്ലാ പടത്തിലും എനിക്ക് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളും തന്നിരിക്കുന്നത്. ഇപ്പോൾ മാം കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കോളേജിൽ ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മാമിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു, അതായത് കോളേജിൽ പഠിക്കുമ്പോൾ ഇലക്ഷനിൽ ഗംഭീര വിജയം സാധാരണ ഞങ്ങളുടെ കോളേജ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ ഈ പൊളിറ്റിക്സ് ഒന്നുമില്ല. അപ്പോൾ ഈ കോളേജ് ഇലക്ഷൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ അയ്യോ പാവം ഫൈനൽ ഇയർ BAക്ക് പഠിക്കുക അല്ലെ BSCക്ക് പഠിക്കുക, പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെയാണോ എന്തോ ഇവിടെ തന്നെ ആയിരിക്കും, അതോ പലയിടത്തും പോകുക, കഷ്ടം. ഈ കൊച്ചിപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ വോട്ടിങ്. ഇപ്പോൾ എന്നെ അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാണ്, എന്നെ കുട്ടി BA ഫൈനൽ ഇയറുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിട്ട് നമ്മൾ നിൽക്കുക. പിന്നെ നമ്മുടെയൊക്കെ ഒരു വാചകോടി അറിയാമല്ലോ, അങ്ങനെ നടന്ന് ഞാൻ പ്രേം നസീർ വരുന്നുണ്ട്, ശാരദ വരുന്നുണ്ടെന്നൊക്കെ ഉണ്ടാകാനൊക്കെ കണ്ടിട്ടില്ലാത്തവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞ് നമ്മളൊരു പാചകക്കസത്തിൻ്റെ പുറത്തും പിന്നെ എല്ലാവരോടും വളരെ എന്താ പറയുക ജോവിയലായിട്ട് ഞാൻ മിങ്കിൾ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ ഇന്നും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് സജീവമാണ്, കൂൾ ലീഡേഴ്സ് എന്നും പറഞ്ഞിട്ട്, ഞങ്ങളുടെ വിമൻസ് കോളേജ് ഗ്രൂപ്പാണ് അത്. അപ്പോൾ അങ്ങനെ അതിനകത്തൊക്കെ വന്ന് എന്തോ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 1000 വോട്ട് എനിക്ക് കൂടുതലുണ്ട്. അപ്പോൾ അന്ന് വിട്ട് പ്രിൻസിപ്പൽ വിളിപ്പിച്ചെന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചെടുത്തതെന്നൊക്കെ ചോദിച്ചു. ഏതായാലും അത് വലിയൊരു വിക്ടറി ആയിരുന്നു. മാമിൻ്റെ കൂട്ടുകാരി ഒരു പരാതി പറഞ്ഞായിരുന്നു, കാരണം മാമിൻ്റെ ഒരുപാട് സിനിമകൾ കാണണമെന്ന് കൂട്ടുകാരിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്യും, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു നടി കല്യാണത്തിന് ശേഷം അഭിനയിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാമിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു നല്ല ജീവിതം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു സ്വപ്നത്തോടു കൂടിയാണല്ലോ ഓരോ പെൺകുട്ടികളും ഇറങ്ങിത്തിരിക്കുന്നത്. ചിലപ്പം നമ്മുടെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകളോ ഒക്കെ തെറ്റിയെന്നിരിക്കാം, ആ പ്രായത്തിൻ്റെ അപക്വമായ ചില എടുത്തുചാട്ടത്തിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു രാജകുമാരിയെപ്പോലൊരു ജീവിതം തരാൻ സുഗർണനെപ്പോലെ ഒരാൾ മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് വാശിയായി. അയ്യോ കല മാത്രമല്ല, കലയല്ല ജീവിതം എന്ന് ഞാൻ പഠിച്ചു. അങ്ങനെയല്ല, ജീവിതം എന്ന് പറയുന്നത് ഒരു കുടുംബം, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക, അതെനിക്കൊരു വലിയ വാശി പോലെയായിരുന്നു. മക്കളുടെ കാര്യമാണെങ്കിലും അതേ അവരെ നല്ല മിടുക്കന്മാരായിട്ട് കൊണ്ടുവരണം, എവിടെ കൊണ്ട് നിർത്തി അത് സുഗോടൻ പറയും, എവിടെ കൊണ്ട് നിർത്തിയാലും 4 കാലിൽ നിൽക്കണം പിള്ളേരല്ലാതെ ബബ്ബ അടിച്ചുകൊണ്ട് നിൽക്കരുത്. അത് വലിയ നിർബന്ധമായിരുന്നു. പുസ്തകങ്ങൾ വായിക്കണം, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ളത്. അത് അദ്ദേഹം പോയിട്ട് ഒരു പരിധിവരെ ഞാൻ അവരുടെ ഒരു സുഹൃത്തിനെ പോലെ നിന്ന് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തു. അത് ഈ പറഞ്ഞതുപോലെ രാജുവിന് IT പഠിക്കണം എന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ ഓൾറെഡി ഈ എന്നോട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്, മദ്രാസിൽ ജോയിൻ ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോഴാണ് വളരെ അവിചാരിതമായിട്ട് 2 പേര് സിനിമയിൽ വന്ന് ചാടുന്നത്. അപ്പോൾ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ജോലിയൊക്കെ കളഞ്ഞ് വന്ന് ചാടിയിട്ട് ഇനി ഇത് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അതൊരു വിഷമമായിട്ട് പറയരുത്. അപ്പോൾ ശരി, ഇതിൽ രക്ഷപ്പെടുകയാണെങ്കിൽ ഇതിൽ രക്ഷപ്പെട്ടോ. സിനിമ ഒരിക്കലും മോശമാണെന്ന് പറഞ്ഞില്ല, കാരണം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയൊരു രംഗമാണ്. അപ്പോൾ അത് ഈശ്വരനെയൊക്കെ വിചാരിച്ചിറങ്ങുക. ചിലപ്പോൾ ഈ നാട്ടിലെ പ്രേക്ഷകർ നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നിരിക്കും, അത് നിങ്ങളുടെ ഈശ്വരാധീനവും ഭാഗ്യവും അവരുടെ മനസ്സും പോലിരിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് 2 പേരെ സിനിമയിലേക്ക് വിട്ടത്. ഏതായാലും അല്ല, ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ അവസരങ്ങളുമായി സിനിമകളിൽ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ കുറേ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഈ ഇരകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ MS ഫിലിംസ് പടം പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു, മല്ലിക സുകുമാരൻ്റെ പേര്. അപ്പോൾ ആ ഇരകൾ പടത്തിൽ അതെ, അതിനകത്ത് ശ്രീവിദ്യ ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്തോളാം വരെ പറഞ്ഞ് എനിക്ക് ഡ്രസ്സ് വരെ തയ്പ്പിച്ചു. വിദ്യയുടെ ഡേറ്റ് കുറച്ച് ശരിയാവുന്നില്ല, ഒരു ക്ലാഷ് വരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് വിദ്യയ്ക്ക് അത് കേട്ടപ്പോൾ പാവം സങ്കടമായിപ്പോയി. സുകുമാരൻ ആദ്യമായിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജോർജ് സാറ് ഡയറക്റ്റ് ചെയ്യുന്നു. അയ്യോ, അത് എന്നിട്ട് അവസാനം വിദ്യ തന്നെ തെലുങ്ക് പടത്തിലൂടെ പറഞ്ഞ് അത് മാറ്റി വെപ്പിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഡ്രസ്സൊന്നും തയ്പ്പിച്ച കാര്യം പറയണ്ട, ശ്രീവിദ്യ ചെയ്യട്ടെ, മാർക്കറ്റുള്ള നടിയല്ലേ. അങ്ങനെ ഞാൻ തന്നെ പറയാമായിരുന്നു എൻ്റെ സുഹൃത്തായി. ഞാൻ അന്ന് രാജു 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ പോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുള്ളിക്ക് സകലതും സഹായിയായിട്ട് നിൽക്കണം.
അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകണം, ഇതിൻ്റെ ഇടയിൽ കൂടെ അഭിനയം കൂടെ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയത്തായിരുന്നു ഏതാണ്ട് ഒരു 10-25 ദിവസം താമസമൊക്കെ. രാജു ഉണ്ട് കൂടെ. അത് ഇന്ദ്രൻ ഓൾറെഡി സ്കൂളിൽ ചേർന്ന് ബോർഡിങ്ങിലായിരുന്നു. മാം ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ കുറിച്ചുള്ള ഉണ്ടായിരുന്നു. ദോഹയിൽ ആദ്യം എനിക്ക് കിട്ടിയ വിസ എന്ന് പറയുന്നത് വലിയൊരു വ്യക്തിയുടെ വിസയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ വിസ ഇല്ല. അപ്പോൾ ഞാൻ ഷെയ്ഖ് ഫൈസൽ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ വിസയിലാണ് എനിക്ക് മാനേജർ വിസ കിട്ടിപ്പോയി. അപ്പം എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. അതെൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ, ഷീലയും ഷീലയുടെ ഫ്രണ്ട് ഒരു ഡോക്ടർ ചാക്കു, അവരൊക്കെ അത് എൻ്റെ ചേട്ടനെ അറിയും, ഈ ഡോക്ടർ ചാക്കു. എല്ലാവരും കൂടെ ഉത്സാഹിച്ചാണ് അതിൻ്റെ. അപ്പോൾ ശരി എന്നാൽ എന്തെങ്കിലും തുടങ്ങാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഷീലയ്ക്ക് കുറേ പാർലറുകളൊക്കെ ഉണ്ട്. ദോഹയിലെ ഏത് റിവ്യൂ കയറിയാലും ഷീലയുടെ ദോഹ ബ്യൂട്ടി സെൻറ്റർ. അപ്പോൾ അതെനിക്ക് വലിയ പിടിയില്ല സത്യം പറഞ്ഞാൽ ആ ഫീൽഡ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ഒരു നല്ല കേരള റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് എന്തോ ഭാഗ്യത്തിന് പിന്നെ ഈ പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെ സ്പോൺസറായിട്ട് ഞാൻ ഷെയ്ഖ് ഫൈസലാണ് എൻ്റെ സ്പോൺസർ എന്ന് കണ്ടപ്പോൾ അന്നത്തെ എമിഗ്രേഷൻ ഡയറക്ടറായിരുന്ന വേറൊരു ഷെയ്ഖുണ്ട്, ഷെയ്ഖ് ഫലെ. അപ്പോൾ അദ്ദേഹം അത് സ്പോൺസർ ചെയ്തു. ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥലം സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ദോഹ സിറ്റിയുടെ നടുക്ക് വെസ്റ്റ് ബേ എന്ന് പറയും. അവിടെ ഒരു അൽമഹ ടവർ, അത് തന്നെ അവിടെ തുടങ്ങിയിട്ട് എനിക്ക് ഒരുപാട് എൻ്റെ സ്പോൺസർ സഹായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തും അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഈ അംബാസഡേഴ്സിൻ്റെയൊക്കെ പാർട്ടി നടക്കും. അതിൽ പലരും നമ്മളിങ്ങനെ ഒരെണ്ണം തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരും ഒക്കെ ഇതുപോലൊക്കെ കൊടുക്കും, ഇങ്ങനെ ഇന്നാരാണ് ഇന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ആ സമയത്ത് കിട്ടിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നൊക്കെ പിള്ളേർ ഇടയ്ക്കൊക്കെ ഒന്ന് വരും. പിന്നെ ഇവർ ഭയങ്കര തിരക്കായപ്പം എനിക്ക് തന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ്, ബലദിയ എന്ന് പറയാം, ഓഫീസിൽ പോകുക, അവിടെ പോയി അവിടെ എല്ലാം ചിട്ടയായിട്ട് നടക്കണമല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ പോകേണ്ട ഒരു അവസ്ഥയായി. നമുക്കും ഈ ചൂട് സമയത്തൊക്കെ നിൽക്കാൻ വയ്യ. അങ്ങനെ വന്നപ്പോഴാണ് ഞാനത് ലീസ് ഔട്ട് ചെയ്ത് പോരാം എന്ന് വിചാരിച്ചപ്പം ആണ് റൊട്ടാന ഗ്രൂപ്പുകാർ വന്നിട്ടത് മൊത്തത്തിൽ അവരെടുത്തു. പിന്നെ അല്ലാതെ ഒരു 1-2 ചെയ്യാനായിട്ട് വേറെ തരാമെന്നൊക്കെ പറഞ്ഞ് ഏതായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വയസ്സായി വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള വിസ എനിക്ക് വേണം. പക്ഷേ ഒരുന്ന് തുടങ്ങി എനിക്ക് 6 ബ്രാഞ്ചസായി. അയ്യോ, അത് കയ്യിൽ മക്കളും കൂടി ഇല്ലാതെ വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അപ്പോൾ പിന്നെ ഞാനതെല്ലാം ഓരോരുത്തർക്ക് നടത്താനായിട്ട് കൊടുത്തിട്ട് ഞാനിങ്ങ് പോരുകയായിരുന്നു. ഇപ്പോൾ MD സാറിൻ്റെ വാക്കുകൾ കൂടെ തന്നെ പറയുകയാണെങ്കിൽ വഴിവിളക്ക് വളരെ അകലെയാണ്. എന്നാൽ ഇരുട്ടിൽ നമ്മളെല്ലാം പരിഭ്രാന്തരായി തപ്പി ഭയന്ന് ഓടുകയാണെങ്കിൽ നമുക്കൊരിക്കലും വഴിവിളക്ക് കാണാൻ പറ്റില്ല. ശരിക്കും മാമിൻ്റെ ജീവിതം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വഴിവിളക്ക്. ഒരുപാട് ഡയലോഗുകളുണ്ട്, സത്യമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് താതാത്മ്യം പ്രാപിക്കും. ശരിക്കും മാമിൻ്റെ ജീവിതമായിട്ട്, കാരണം ഒരുപാട് ദുരനുഭവങ്ങൾ കൂടെ. തീർച്ചയായിട്ടും നമ്മൾ നമുക്കൊരു വിഷമമോ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കാതിരിക്കുക. വാസുവേട്ടൻ പറയുന്നത് പോലെ തന്നെ ഇനിയുണ്ട് ഒരുപാട് ദൂരം പോകാനായിട്ട്. എത്രയോ പേര് ജീവിക്കുന്നു നമുക്ക് ചുറ്റും, അല്ലേ? അപ്പോൾ അത് നമ്മളാലാവുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെയ്ത് ജീവിക്കുക. അതിനൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം അതല്ലല്ലോ, ഇപ്പോൾ എല്ലാത്തിനും വലിയ പബ്ലിസിറ്റിയായി. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു പാക്കറ്റ് കപ്പലിനെ വാങ്ങിച്ചു കൊടുത്താലും പാവപ്പിടിച്ച കുട്ടി നടന്നു പോയപ്പോൾ കപ്പലിനെ വാങ്ങിച്ചു കൊടുത്തു, ഇതൊക്കെയാണോ വലിയ വാർത്ത ഇവിടെ? എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കാം. ഉഴുന്നൂടെ വാങ്ങിച്ചു കൊടുത്തു, അയ്യോ ദൈവമേ കഷ്ടം. നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ച് വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പം അതെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ചെയ്യുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അത് ഈ ചെയ്യുന്നവർക്കല്ല, കൂടുതലും അതങ്ങനെ ഞാൻ കൊണ്ടുവന്നാൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്നുള്ള ഒരു തെറ്റായ ധാരണ, ഒരു മിഥ്യാധാരണയുണ്ട് പലർക്കും. അതൊക്കെ കൊണ്ടാവാം. പക്ഷേ ഈ പറയുന്ന പോലെ ജീവിതം എന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പമല്ല. നമുക്ക് കാശുണ്ടോ, ഗ്ലാമറുണ്ടോ, സിനിമകളുണ്ടോ, അതെല്ലാം ഈശ്വരൻ അറിഞ്ഞു തരുന്ന ചില വരദാനങ്ങളാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നീ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും 6 അടി മണ്ണ് മതി. പോയി കഴിയുമ്പോൾ അയ്യോ പാവം തള്ള കഷ്ടം എന്ന് പറയണം. അല്ലാതെ എൻ്റെ അമ്മോ ഇവർ പോയി കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ജീവിതം. ഇപ്പോൾ സാധാരണ കലാകാരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും പറയുന്നത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണൽ ലൈഫായിരിക്കും, എല്ലാം നശിപ്പിച്ച് സാമ്പത്തികമായിട്ടെല്ലാം നശിപ്പിച്ച്. പക്ഷെ സുകുമാരൻ സാർ അങ്ങനെയല്ല, വളരെ എൻ്റെ ഏറ്റവും വലിയ ഈശ്വരാധീനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം സുഖേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു പൈസ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ജീവിക്കുക,
വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുക. ആവശ്യത്തിന് ശരിയാണ്. 2 കാറുണ്ടായിരുന്നു, ഒരു അംബാസഡർ ഉണ്ടായിരുന്നു, ഒരു മാരുതി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അംബാസഡർ കൊടുക്കാറായപ്പോഴാണ് കർണാടകയിൽ ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബെൻസ് ഉണ്ടായിരുന്നെന്ന്, TSI 6565 എന്നുള്ളതിനകത്ത്. അപ്പോൾ അത്രയൊക്കെയുള്ളൊരു സുഖങ്ങളൊക്കെ ഉള്ളൂ. അതിനകത്ത് ഞങ്ങളിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോവും എന്നല്ലാതെ ഇത് പോരാ, നമുക്കിങ്ങനെ ഈ വീടിനകത്ത് ഇത് ഇങ്ങനെ പരിഷ്കരിക്കണം അങ്ങനെയൊന്നുമില്ല. ആ പൈസ കൊണ്ടൊന്നും വല്ല FD ഇട്ട് അതിൻ്റെ പലിശ മല്ലികയുടെ പേരും എല്ലാത്തിലും ഉണ്ട്. വീടുകളെല്ലാം സുഖമായിട്ടേ എൻ്റെയും കൂടെ പേരിലാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെയാണ് പൈസ സൂക്ഷിക്കുന്നതും. അത് എപ്പോഴും പറയും, 2 ആൺകുട്ടികളാണ്, അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടേതായ ഒരു വഴിക്ക് പോകും, വിട്ടേക്കണം അവരെ, കാരണം അവർക്കും അവരുടെ കുടുംബം നോക്കണ്ടേ. അപ്പം നിനക്കൊരു വിഷമം തോന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഒരുപാട് പ്ലാനും പദ്ധതികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. ഇപ്പൊ കൊച്ചുമക്കളായിട്ട് കറങ്ങാനായിട്ടൊരു പുതിയ കാറ് വാങ്ങിച്ചല്ലോ. കൊച്ചുമക്കളാണ് ഏറ്റവും വലിയ രസം. വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ കഥകളും പറയാനുണ്ടാവും, തമാശ പറയാനുണ്ടാവും. പിന്നെ ഇവരാണ് നമ്മളെ വീട്ടിൽ ഇത് ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കാത്തത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വരും, കേക്ക് മുറിച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ്. വയസ്സുകാലത്ത് ഒന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ 16-കാരിയാണ്. അതെ, അപ്പോഴാണ് 16-കാരി ആവുന്നത്. സത്യം അത് അവിടെയാണ്. കാരണം ഇപ്പം പ്രാർത്ഥന, നക്ഷത്ര, അലങ്കൃത ഇവർ 3 പേരും കൂടെ വന്നാൽ ഞാൻ അവരുടെ മൂത്ത ചേച്ചിയായിട്ടാണ് ഞാനും കിടന്ന് കാണിക്കുന്ന കോപ്രായം. ഈശ്വര, അയ്യോ. ഇപ്പൊ അലങ്കൃത അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതൊക്കെ വലിയൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ വലിയ വാർത്ത? എനിക്കത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതിപ്പോൾ അവിടെ എത്രയോ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരെയൊക്കെ ഒരു ഫംഗ്ഷൻ അവർ ക്ഷണിക്കും. ഇപ്പം അങ്ങ് അംബാനി വരെ പോകണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ഡേ വരുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിന് ഒരു കത്ത് വരുമല്ലോ, സ്കൂൾ ഡേ ആണ്, ആനുവൽ ഡേ ആണ്, വരണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ വാർത്തയാണ്. വാർത്ത എനിക്ക് തോന്നുന്നത് രാജുവിന് കുറച്ച് കാലം ഇനി പടങ്ങൾ കുറച്ച് കൂടുതൽ ബോംബെയിലുണ്ട്. അപ്പം ഇദ്ദേഹത്തിനെ അല്ലെങ്കിലേ കാണാൻ കിട്ടത്തില്ല. അങ്ങനെ എന്തോ പോയപ്പോഴത്തേക്ക് ആരൊക്കെയോ പലരും അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ സൂര്യയുണ്ട്, അവരുണ്ട്, ഇവരുടെ പലരും നല്ല സ്കൂളാണ്, ചേർക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് ചേർത്തത് പറ്റുകയാണ്. അല്ലാതെ അതിനകത്ത് എനിക്കതൊരു വലിയ ന്യൂസ് വാല്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അംബാനിയുടെ സ്കൂളിൽ കൊച്ചു കുഞ്ഞാണ്, അവൾ പിടിക്കുക. അതുപോലെ എത്ര കുട്ടികൾ അവിടെ പഠിക്കുന്നു. അപ്പം അത് അവിടെ പഠിച്ചത് കൊണ്ട് ഇവിടെ നമ്മുടെ ലോകം ഭരിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വലിയ വലിയ പോസ്റ്റിലിരിക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരും അഭ്യസ്തവിദ്യരുമായ ഒരുപാട് ബുദ്ധിശാലികൾ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ പഠിച്ചവരാ അല്ലേ. അപ്പോൾ അതല്ല കാര്യം. ഇവർ ബോംബെ താമസിക്കുമ്പം കുഞ്ഞിനെ വിടാനൊരു നല്ല സ്കൂൾ ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ 2 ആൺമക്കളാണ്. അപ്പോൾ ഈ 2 ആൺമക്കളുള്ള അമ്മമാരുടെയൊക്കെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, ദൈവം എനിക്കൊരു പെൺകുട്ടി തന്നില്ലല്ലോ എന്ന് അവരെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ മാമിന് എങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാരണം 2 ആൺമക്കളുണ്ടെങ്കിൽ 2 പെൺകുട്ടികൾ വരും. നമ്മൾ കൊണ്ടു കൊടുത്താലും അവർ വിളിച്ചോണ്ട് വന്നാലും 2 പെൺകുട്ടികൾ വരും. അപ്പോൾ അവരുമായിട്ട് സ്നേഹത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ ഇത് മാത്രം ഞാൻ പറയും, ഇനിയുള്ള ജീവിതം അവർ തെറ്റ് ചെയ്താലും നിങ്ങൾ പറയണം, ഇല്ല മോളെ ഇത് അല്ലെ കുഞ്ഞെ, അല്ലെങ്കിൽ ഇന്നാര് തെറ്റാണ്, നീ തെറ്റ് ചെയ്താൽ ആ കുട്ടിയും പറയാം. അങ്ങോട്ടും ആ ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അല്ലാതെ വൺ വേ ട്രാഫിക് ആവരുത്. ചിലപ്പോൾ ചില തെറ്റുകൾ കണ്ടാൽ പറയാൻ പേടി, അതൊന്നും പാടില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് ഒരുത്തർക്കൊരുത്തര് അങ്ങനെയായിരുന്നു ശരിക്കും. ഞാൻ സുഖേൻ്റെ ഇഷ്ടങ്ങൾ എനിക്കറിയാം, എൻ്റെ താല്പര്യങ്ങൾ സുഖേട്ടും അറിയാം. അങ്ങനെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എടപ്പാളിൽ പോയാലും ഇവിടെ തിരുവനന്തപുരത്ത് വന്നാലും ഒക്കെ ഒരുപോലത്തെ സുഖം എന്ന് പറയുന്ന പോലെ. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുണ്ട്. പിന്നെ അവരുടെ യോജിപ്പും സ്നേഹവും നമ്മളോടുള്ള പെരുമാറ്റവുമാണ് നമ്മളെന്നും ഓർക്കുന്നത് അല്ലേ. അല്ലാതെ ഈ കുട്ടി എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമൊക്കെ അപ്രസക്തമാണ്. മാം, ഇപ്പോൾ മാമിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കൂടുതലും ചോദ്യങ്ങളെല്ലാം മാമിൻ്റെ മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും മരുമക്കൾ തമ്മിലുള്ള കമ്പാരിസൺ, ഇത്തരം ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. മാം മല്ലിക സുമാൻ ആസ് എൻ ആക്ട്രസ്, ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, നല്ലോണം പാട്ടുകാരിയാണ്. അപ്പോൾ മാമിന് മാമിൻ്റെതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, ഒരു പ്രൊഫൈലുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? അത് ഞാനൊരു തമാശ പറയും. എന്നെ എല്ലാവർക്കും അറിയാം, ഇവരെയൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ ഉത്തരം. അതല്ലേ നല്ലത്. ചേട്ടാ 52 വർഷമായിട്ട് ഫീൽഡ് നിൽക്കുന്ന മല്ലിക സുകുമാരനെ ആർക്കും അറിയാം. സുകുമാരെന്നുള്ള വാല് തന്നെ മതിയല്ലോ എനിക്ക്. ഇവരൊക്കെ കൊച്ചു പിള്ളേർ ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. പണ്ടറിയുമായിരുന്നോ പൃഥ്വിരാജിനെ, ഇന്ദ്രത്തിനെയൊക്കെ? അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ അടുത്തുകൂടാൻ ആൾക്കാരും കൂടി. അത് സിനിമയുടെയും രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മോളും കൂടെ പഠിച്ചു വെച്ചു. ഇത് അറിയാതെ കിടന്നാൽ ഇപ്പോൾ എത്രയോ പേര് ഓരോ പാർട്ടി കിടക്കുന്നത്. എല്ലാവരുടെയും പേര് നമുക്കറിയാമോ? എന്തുകൊണ്ടാണ് നമ്മൾ നേതാക്കന്മാരെ മാത്രം അറിയുന്നത്? അവരവരുടെ അധ്വാനം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച സൽപ്രവർത്തികൾ കൊണ്ടും ഒക്കെ അവർ നേതാക്കന്മാരെ എന്ന് പറയുന്നവർ
ഞാൻ ഇത് ഇതിനു മുമ്പ് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്നെ എല്ലാവരും അറിയും, ഇനി എന്തറിയാനാ വലിയ ചേച്ചിയെ, ചേച്ചിയെ എല്ലാവർക്കും അറിയാം, ചേച്ചിയുടെ മക്കളെങ്ങനെയാണെന്ന് ചോദിക്കുന്ന പോലെയുള്ളതെന്ന് പറഞ്ഞു. മല്ലിക സ്റ്റൈൽ ഒരു റിപ്ലൈ.